ഹലോ എവരി വൺ വെൽക്കം ടു നിപ്ഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നല്ലൊരു അടിപൊളി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ബോ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കേക്കാണ്. ഫ്ലേവർ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാൻ സ്ട്രോബെറി ഫ്ലേവറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ 1 kg കേക്ക് അത് റെഡിയാക്കിയിരിക്കുന്നത്. ടോൾ കേക്കിൽ അത് റെഡിയാക്കുന്നത് 4 ലെയേഴ്സിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നില്ല ഞാൻ ബേക്ക് ചെയ്തേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും നമുക്കാണെങ്കിൽ ഷുഗർ സിറപ്പും സോക്ക് ചെയ്യുക. ഷുഗർ സിറപ്പിനകത്ത് ഞാനാണെങ്കിൽ സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രീമിനകത്ത് സ്ട്രോബെറി ഇമ്പൽഷൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേളിൽ കൂടെ ഫില്ലിംഗ് ആയിട്ട് സ്ട്രോബെറി ക്രഷും എക്സ്ട്രാ ആഡ് ചെയ്ത് നല്ല അടിപൊളി റിച്ച് ആയിട്ടുള്ള ടേസ്റ്റാണ് കിട്ടുന്നത്. ഇതിന് വേണ്ടി നല്ലൊരു അടിപൊളി റിവ്യൂ ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലാസ്റ്റ് നമ്മൾ ബോ എങ്ങനെയാണ് റെഡിയാക്കുന്നത് വെച്ചാൽ ഫോണ്ടനും കൊണ്ട് അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണക്ക് നമുക്ക് പെട്ടെന്നെല്ലാം ലെയേഴ്സും റെഡിയാക്കി എടുക്കാം. പിന്നെ ക്രം കോട്ട് ചെയ്ത് ഒരു 15 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ആ നേരം കൊണ്ട് വേണം നമുക്കെല്ലാം ചെയ്യാനായിട്ട്, ബോക്ക് റെഡിയാക്കി വെക്കാനായിട്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ റെസിപ്പീസൊക്കെ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പുതിയ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയായിട്ട് പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അതേ കണ്ടില്ല, എല്ലാ ലെയേഴ്സും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്ത് എല്ലാം റെഡി സെറ്റാക്കി കേട്ടോ. ലെയർ നമുക്കിനി ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. മേളിയാണെങ്കിൽ വൈറ്റ് ക്രീമും കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അവർക്ക് ബ്ലാക്കും വൈറ്റും റെഡും അങ്ങനെയായിരുന്നു തീം അവരുടെ കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത്. ബോ എങ്ങനെ കസ്റ്റമറിന് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് വേണേ റെഡിയാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കസ്റ്റമറിന് ബ്ലാക്കോ അല്ലെങ്കിൽ മറൂൺ കളറിലായിരുന്നു വേണ്ടത്. പക്ഷേ മറൂൺ കളറിൽ ഫൗണ്ടൻ കിട്ടാതായ കാരണം കൊണ്ട് ബ്ലാക്ക് കളർ ഞാൻ റെഡിയാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ മേളിലാണെങ്കിൽ ഫൈനൽ കോട്ടിനകത്ത് വൈറ്റ് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ക്രീമിനകത്ത് ഒന്നും ആഡ് ചെയ്തിട്ടില്ലേ, ഞാൻ അത് അങ്ങനെ തന്നെ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂറത്തേക്ക് നമുക്കൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ആദ്യം നമുക്ക് ബോ റെഡിയാക്കി വെക്കാം കേട്ടോ. അതിൻ്റെ താഴത്തെ റിബൺ നമുക്ക് അന്നേരം ഉണ്ടാക്കി നേരെ സ്റ്റേക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ തണുപ്പ് സമയമില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് റിബൺ സെറ്റ് ആവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ അത് പൊടിഞ്ഞു പോകും അല്ലെങ്കിൽ മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. ബോ നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി ഇതുപോലെ ആക്കി വെക്കണം കേട്ടോ. എന്നാലേ അത് നല്ലൊരു ഷേപ്പ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടിക്കാണെങ്കിൽ ഒരു നമ്മൾ ഡസ്റ്റിൻ്റെയൊക്കെ ബോട്ടിലില്ലേ, അത് ഞാൻ വെച്ച് ഇതുപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് വേണം. നമ്മൾ ബോ റെഡിയാക്കി സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഞാനാണെങ്കിൽ ഇത് സെറ്റ് ആവാനായിട്ട് പെട്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് പെട്ടെന്ന് ഡ്രൈ ആകുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് 6 കപ്പ് കേക്കിൻ്റെ ഓർഡറും കൂടെ ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് തന്നെയായിരുന്നു ഫ്ലേവർ. അപ്പോൾ അതാണെങ്കിൽ അകത്ത് നല്ലൊരു അടിപൊളി റിച്ച് ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതുപോലെ ഇടയ്ക്കുന്നത് ഇച്ചിരി ഒരു ഗ്യാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് ട്രഫിളില്ലേ, അത് നമുക്ക് അതിനകത്ത് ഫില്ലിങ്ങിനായിട്ട് വെച്ച് കൊടുക്കാം. നല്ലൊരു അടിപൊളി റിച്ച് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ മേളിൽ നിന്ന് എടുത്തില്ലേ അത്രയും പാട്ട്, അത് മാത്രം അത് തിരിച്ച് നമ്മളതങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ബാക്കിയുള്ള ക്രീമിനകത്ത് ഞാൻ എക്സ്ട്രാ ഡാർക്ക് റെഡ് കളർ കുറച്ച് എക്സ്ട്രാ ആഡ് സൂപ്പർ റെഡ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് ഇതുപോലെ റോസറ്റ് വരച്ച് കൊടുക്കാം, ബ്ലാക്കും വരച്ച് കൊടുക്കാം, വൈറ്റ്, അങ്ങനെ നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണക്ക് നമുക്ക് എല്ലാം കപ്പ് കേക്കും റെഡിയാക്കി എടുക്കണം. എല്ലാം റോസറ്റ് കപ്പിനകത്ത് വേറെ വേറെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ചിലതിനകത്ത് ഫുള്ളായിട്ട് റോസറ്റ് വരച്ച് കൊടുക്കുന്നു, ചിലതിനകത്ത് ബ്ലാക്ക് 2 എണ്ണം വെച്ച് വരച്ചു കൊടുക്കും, ചിലതിനകത്ത് റെഡ് 3 എണ്ണമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല ഡിസൈനിൽ നമ്മൾ അവർ തന്നെ നമുക്ക് ഡിസൈൻ സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നെ കേട്ടോ. സെയിം അതുപോലെ തന്നെ നമ്മളിത് റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ റെഡിയാക്കി സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇനി നമുക്കാണെങ്കിൽ സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാൻ ഡെലിവറി സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് അടുത്ത ആകുമ്പോഴത്തേക്കും മറ്റേതങ്ങ് ഡ്രൈ ആയി കേട്ടോ, പെട്ടെന്ന് തണുപ്പ് കാരണം കൊണ്ട്. അത് കാരണം പെട്ടെന്ന് തന്നെ വേണം ചെയ്യാനായിട്ട്. ആദ്യത്തെ എടുത്തപ്പോഴാണെങ്കിൽ വീഡിയോ സ്കിപ്പായി പോയതാണെന്ന് എന്താണെന്നറിയില്ല, ഷൂട്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സെക്കൻഡായിട്ട് ഇതുപോലെ നമ്മൾ സാരി ഫോൾഡ് ചെയ്യത്തില്ല അതുപോലെ ചെയ്താൽ മതി. താഴെ നിന്നാണെങ്കിൽ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ മേളിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ മേളിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല എങ്ങനെയാണ് നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നാളെ എന്തൊക്കെയാണ് കാണുക വെച്ചാൽ അറിയിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എത്തിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.